വെള്ളമിറങ്ങിയ ശേഷമുള്ള ശുചീകരണ പ്രവൃത്തിയിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഈരാറ്റുപേട്ട മാതാക്കലിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ശുചീകരണ പ്രവൃത്തിയാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ഇപ്പോൾ നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. വലിയൊരു ദുരന്തത്തിനാണ് നാട് സാക്ഷ്യം വഹിച്ചത്. അപ്പോൾ അതിനുള്ള ശുചീകരണ പ്രവൃത്തിയൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുമാത്രം ശ്രമകരമായിരിക്കും ഇനി ഇവിടെ വന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് 1958 ശേഷം ഉണ്ടായ ഏറ്റവും വലിയ വെള്ളപ്പൊക്കമാണ് ഈ മേഖലയിൽ ഉണ്ടായത് എന്നാണ്. ആയിരക്കണക്കിന് വീടുകളെ ഇത് ഇഫക്റ്റ് ചെയ്തിട്ടുണ്ട്. വലിയ ദുരന്തങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏകദേശം വെള്ളത്തിൽ മൂടിയ നിരവധി വീടുകൾ ഉണ്ട്. അവരുടെ ശുചീകരണമാണ് ടീം വെൽഫെയറിൻ്റെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ചെളി പുരണ്ട വീടുകളെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ശ്രമകരമായ ഒരു ഡ്യൂട്ടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇത് വളരെ ഗൗരവത്തിൽ ഈ വിഷയത്തെ കാണണം. രണ്ടുമൂന്ന് കാര്യങ്ങൾ നമുക്ക് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടാനുള്ളത്. ഒന്ന്, ഇവിടെ നമ്മൾ ഇറങ്ങി അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ആയിരക്കണക്കിന് വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. അതിൽ പലതും അവരുടെ വീട്ടുപകരണങ്ങൾ മറ്റൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. വാഹനങ്ങൾ നഷ്ടപ്പെട്ടു പോയ ആളുകളുണ്ട്. പല രൂപത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട്. അതുകൊണ്ട് സമഗ്രമായ ഒരു പഠനം നടത്തി ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന രൂപത്തിലുള്ളൊരു പാക്കേജ് ഗവൺമെൻറ് പ്രഖ്യാപിക്കണമെന്നാണ് വളരെ പ്രത്യേകമായി ആവശ്യപ്പെടാനുള്ളത്. നൂറുകണക്കിന് കടകളിൽ വെള്ളം കയറി, പ്രത്യേകിച്ചും ഒരു ഓണ സീസണെ സ്വീകരിക്കാൻ വേണ്ടി ഷോപ്പ് ഉടമസ്ഥരൊക്കെ ഗോഡൗണുകളിലും മറ്റുമൊക്കെയായി പലതും സജ്ജീകരിച്ചു വെച്ച ഒരു സന്ദർഭം കൂടിയാണ്. അതുകൊണ്ട് അവർ വലിയ നഷ്ടത്തിലേക്കാണ് അവർ പോയിരിക്കുന്നത്. അവരെ പ്രത്യേകമായി പരിഗണിച്ചുകൊണ്ട് ഈരാറ്റുപേട്ടയിലെ ചെറുകിട കച്ചവട മേഖലയിലെ പ്രവർത്തിക്കുന്ന ആളുകളെ കൈപിടിച്ചുയർത്താൻ വേണ്ടിയുള്ളൊരു പാക്കേജ് ഗവൺമെൻറ് ഉടനെ പ്രഖ്യാപിക്കണമെന്നാണ് പ്രത്യേകമായി ആവശ്യപ്പെടാനുള്ള മറ്റൊരു കാര്യം. ഗോഡൗണുകളിലും മറ്റുമൊക്കെയായി നശിച്ചുപോയ നിരവധി കച്ചവട വസ്തുക്കളുണ്ട്. അതിൻ്റെ കണക്കെടുത്ത് പ്രത്യേകമായൊരു ശാക്തീകരണ പദ്ധതി അവർക്ക് വേണ്ടി ആരംഭിക്കണമെന്ന് വെൽഫെയർ പാർട്ടിയുടെ പേരിൽ ആവശ്യപ്പെട്ടിരുന്നു. അതോടൊപ്പം എല്ലാ വർഷങ്ങളിലും ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകാറുണ്ട്. ചില ഘട്ടങ്ങളിൽ അത് വല്ലാതെ വർദ്ധിക്കും. ഒരു ശാസ്ത്രീയമായ പഠനം ഇവിടുത്തെ ടൗൺ മാനേജ്മെൻറ്റിനെ കുറിച്ചും ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ചും മറ്റുമൊക്കെ ഒരു സൂക്ഷ്മ പഠനം നടത്തി ഇതിൻ്റെ തോടുകൾ, അതുപോലെ കൈവഴികൾ, പുഴയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ ഒരു സൂക്ഷ്മ പഠനം നടത്തി ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് ഈരാറ്റുപേട്ട ടൗണിനെയും പരിസര പ്രദേശങ്ങളെയും രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു സമഗ്ര പാക്കേജ് ഒരു പഠനം നടത്തി രൂപീകരിക്കുകയും അതിനനുസരിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റുമൊക്കെ നടത്തുകയും വേണം എന്നാണ് പ്രത്യേകമായി ആവശ്യപ്പെടാനുള്ളത്. വളരെ സവിശേഷമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യം, രാത്രി ഏറെ വൈകിയാണ് ഈ ദുരന്തമുണ്ടായത്. പക്ഷെ പെട്ടെന്ന് തന്നെ ഈരാറ്റുപേട്ടയിലെ എല്ലാ സംഘടനകളുടെയും സന്നദ്ധ പ്രവർത്തകരും യുവാക്കളുമൊക്കെ രംഗത്തിറങ്ങി അവരെല്ലാം രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഉള്ള നിരന്തര ശ്രമമാണ് നടത്തിയത്. ആ കൂട്ടായ്മയുടെ ഒരു ഫലപ്രദമായ ഇടപെടൽ കൊണ്ടാണ് വലിയ ദുരന്തങ്ങൾ ഉണ്ടാകാതെ പോയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് പലയിടങ്ങളിലും പോയപ്പോൾ സന്നദ്ധ പ്രവർത്തകർ വളരെ സജീവമായി രംഗത്തുണ്ട്. ഈരാറ്റുപേട്ട സ്വാഭാവികമായ ജീവിതാവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി സൂക്ഷ്മമായി ഗവൺമെൻറ് നഷ്ടങ്ങളെക്കുറിച്ച് പഠനം നടത്തി വലിയൊരു കൈത്താങ്ങ് ഈ നാട്ടിന് നൽകണം എന്ന് തന്നെയാണ് സർക്കാരിനോട് പ്രത്യേകമായി ആവശ്യപ്പെടുന്നത്. ഈരാറ്റുപേട്ടയിൽ എല്ലാ ഘട്ടത്തിലും നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു ഐക്യത്തിൻ്റെ ഒരു വലിയ പ്രതികരണമാണ്. പ്രത്യേകിച്ച് യുവാക്കളുടെ നിരവധി സന്നദ്ധ ഗ്രൂപ്പുകൾ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് 15 സന്നദ്ധ സംഘടനകൾ അപ്പോൾ തന്നെ രാത്രി തന്നെ രംഗത്തിറങ്ങി പ്രവർത്തിച്ചു എന്നതാണ്. തീർച്ചയായും അതൊരു വലിയ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമാണ്. പത്തനംതിട്ടയിലും ഇടുക്കിയിലുമൊക്കെ ഈ ദുരന്തം ഉണ്ടായിട്ടുണ്ട്. ചിലയിടങ്ങളിലൊക്കെ മണ്ണിടത്തിലും ഉരുൾപൊട്ടലുമൊക്കെ ആയിട്ട് മരണങ്ങൾ വരെ സംഭവിച്ചിട്ടുണ്ട്. അവിടങ്ങളിലെല്ലാം വെൽഫെയർ പാർട്ടിയുടെ വളണ്ടിയേഴ്സ് ടീം വെൽഫെയറിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തന രംഗത്തുണ്ട്. അവിടെ നിങ്ങളെല്ലാം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വിവരം ഈ നഷ്ടം വലിയ അളവിൽ സംഭവിച്ചിട്ടുണ്ട്. വീടുകൾ കേന്ദ്രീകരിച്ചുണ്ടായ ഉപകരണങ്ങൾ, ചെറിയ ഉപകരണങ്ങൾ വരെ ഇല്ലാതായിപ്പോയ അവസ്ഥയുണ്ട്. അതുകൊണ്ട് ഇവരെ എല്ലാം ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ സന്നദ്ധ പ്രവർത്തകർക്കൊപ്പം ഗവൺമെൻറ് പ്രത്യേകമായ പദ്ധതി ആവിഷ്കരിക്കണം. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സംവിധാനങ്ങളുടെ കീഴിൽ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളുമൊക്കെ അതിനുള്ള പദ്ധതികൾ രംഗത്ത് ഉണ്ട്. പല മെമ്പർമാരെയും നമ്മൾ കണ്ടിരുന്നു. കൗൺസിലർമാരും മെമ്പർമാരുമൊക്കെ ഏറെ സജീവമായി രംഗത്തുണ്ട്. ഈരാറ്റുപേട്ടയിൽ പ്രത്യേകിച്ച് നമുക്ക് ആ കാര്യം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും വലിയ ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്.
കൃത്യമായ ഒരു പാക്കേജ് കൂടി അനുവദിക്കണം. അത്തരത്തിൽ വലിയൊരു നാശനഷ്ടം തന്നെ ഈരാറ്റുപേട്ട ടൗണിൽ സംഭവിച്ചിട്ടുണ്ട്. അതിനെല്ലാം തന്നെ ഒരു കൃത്യമായ ഒരു നഷ്ടപരിഹാരം എന്നോണം ഇതെല്ലാം തന്നെ സർക്കാർ ചെയ്തു കൊടുക്കുക തന്നെ വേണം.